ആവശ്യമായ മസാലപ്പൊടികളെല്ലാം തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണ് ബ്ലാക്ക് പെപ്പർ പൗഡർ വീട്ടിലേക്ക് ആവശ്യത്തിന് പൊടിച്ചു വെക്കാറ് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീട്ടിലുണ്ടായ കുരുമുളക് ആയതുകൊണ്ട് ഞാനത് വാഷ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. കുറച്ച് മെമ്പേഴ്സ് ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുരുമുളക് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ച് ആവശ്യത്തിന് കുറച്ചെടുത്ത് 1-2 മാസത്തേക്ക് പൊടിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് പുറത്ത് വെക്കുമ്പം അതിൽ യൂസ് ചെയ്യുന്ന സ്പൂണിൻ്റെ ഇതുകൊണ്ടും ബോട്ടിൽ ടൈറ്റായി അടക്കുന്നില്ല എങ്കിൽ അത് എയർ ടൈറ്റ് അല്ലെങ്കിൽ ഒക്കെ അത് പൂപ്പൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് നമുക്കത് മനസ്സിലാവുകയില്ല. കുരുമുളക് അങ്ങനെ തന്നെയല്ല, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിച്ചെടുക്കാറ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാറുണ്ട്. ബ്ലാക്ക് പെപ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വൈറ്റ് പെപ്പറും വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം, കണ്ടു നോക്കിയാൽ മതി. അത് റോ ആയിട്ട് പൊടിക്കുന്നതിനെക്കാട്ടിലും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നല്ലത്. കറിവേപ്പില അല്ലാതെ കുരുമുളകിൻ്റെ കൂടെ സാൾട്ട് ചേർത്തിട്ടും പൊടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാൾട്ട് ആൻഡ് പെപ്പർ ഒരുമിച്ച് സ്പ്രിങ്കിൾ ചെയ്യേണ്ട ടൈമിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. കുരുമുളക് ജസ്റ്റ് പൊട്ടി തുടങ്ങുമ്പം അതിന് നല്ല ഫ്രൈ ആയിട്ടുള്ള സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. അതുപോലെ കറിവേപ്പിലയും നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നന്നായി ചൂടാറിയതിന് ശേഷമാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടത്. അതുപോലെ കുരുമുളക് ക്രഷ് ചെയ്തിട്ടും എടുക്കാം, ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചിട്ടും എടുക്കാം. കുറച്ചധികം കുരുമുളക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പകുതി എടുത്ത് ക്രഷ് ചെയ്തിട്ട് വെക്കാം, പകുതി എടുത്തിട്ട് പൊടിയായിട്ടും വെക്കാം. ഇത് നല്ല റെഡ് കളറിൽ പഴുത്ത കുരുമുളകാണ്, അതുകൊണ്ട് തന്നെ നല്ല എരിവാണ്. അപ്പോൾ ക്രഷ് ചെയ്തൊക്കെ ചെയ്താൽ അത് ബൈറ്റ് ചെയ്യുമ്പം നല്ല എരിവാണ്. അതുകൊണ്ട് ഞാനിത് പൗഡറായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. കറിവേപ്പില ഒരു 25% ചേർത്ത് കൊടുത്താൽ മതി. കറിവേപ്പില ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്ലാക്ക് കളർ മാറിയിട്ട് ആ ഒരു ഗ്രീൻ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് വന്നിട്ടുള്ളത്. അതുപോലെ കറികളിലൊക്കെ ചേർക്കുമ്പം കറിവേപ്പില ഇല്ലെങ്കിലും ഇതിൽ നിന്നൊരു കറിവേപ്പിലേൻ്റെ ഫ്ലേവറും കിട്ടുന്നതാണ്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന്റെ അപ്ഡേഷന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.